യെസ് മക്കളെ, ക്വസ്റ്റ്യൻ നമ്പർ 21 ആണ് നോക്കുന്നത്. ഷിഫ്റ്റ് ടു January 31. ക്വസ്റ്റ്യൻ നമ്പർ 21. മോഡുലസ് ഓഫ് 120 pi cube into integral 0 to pi x square sin x cos x by sin raised to 4x plus cos raised to 4x dx എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഇൻ്റഗ്രൽ 0 to pi ഞാൻ എടുക്കുകയാണ്. ഇൻ്റഗ്രൽ 0 to pi എക്സ് സ്ക്വയർ സൈൻ എക്സ് ഡി എക്സ്, എക്സ് സ്ക്വയർ സൈൻ എക്സ് ഡി എക്സ് ബൈ സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x. നമുക്കൊരു കാര്യം ചെയ്താലോ, ഇതിന് ഐ എന്ന് കൊടുത്താലോ, ഐ ഇസ് ഈക്വൽ ടു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പം എക്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ എന്താണ്, പൈ മൈനസ് എക്സ് എന്ന് റീപ്ലേസ് ചെയ്യും അല്ലേ. 0 to a എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പം ഐ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to പൈ പൈ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് കോസ് എക്സ് എന്നില്ലേ, സൈൻ എക്സ് കോസ് എക്സ് ഡി എക്സ്. സൈൻ പൈ മൈനസ് എക്സ് എന്നല്ലേ വരിക, അത് സൈൻ എക്സ് ഇൻറ്റു കോസ് പൈ മൈനസ് എക്സ് എന്നല്ലേ വരിക, അതെന്താ മൈനസ് കോസ് എക്സ് ബൈ സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x ഡി എക്സ് എന്ന് വന്നില്ലേ. ദെൻ പൈ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പം ഐ ഇസ് ഈക്വൽ ടു എന്ത് വന്നു നോക്കിയേ, ഇൻ്റഗ്രൽ 0 to പൈ പൈ സ്ക്വയർ. ആദ്യത്തെ ടേം പൈ സ്ക്വയർ. ഈ മൈനസ് വെച്ചത് ഓപ്പൺ ചെയ്യാണ്, ഇവിടെ ഒരു മൈനസ് കോസ് എക്സ് ഉണ്ടല്ലോ, അപ്പോൾ പൈ സ്ക്വയർ ഇൻറ്റു -1. അപ്പോൾ എന്തായി, മൈനസ് പൈ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. മൈനസ് പൈ സ്ക്വയർ മൈനസ് 2πx ഇൻറ്റു മൈനസ്, അപ്പോൾ പ്ലസ് 2πx പ്ലസ് 2πx മൈനസ് എക്സ് സ്ക്വയർ സൈൻ എക്സ് കോസ് എക്സ് ബൈ സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x. ബിഫോർ ഐ പ്രോപ്പർട്ടി ആൻഡ് ആഫ്റ്റർ പ്രോപ്പർട്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇത് രണ്ടും ആഡ് ചെയ്യുമ്പം നമുക്ക് എന്തൊക്കെ വന്നു, കോമൺ ആയിട്ടുള്ളത് ഞാൻ ആദ്യമേ എഴുതി വയ്ക്കാം. എന്തൊക്കെയാണ്, സൈൻ എക്സ് കോസ് എക്സ് ബൈ സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x ഡി എക്സ് ഇൻ്റഗ്രൽ 0 to പൈ ഐ പ്ലസ് ഐ ഈസ് ലെഫ്റ്റിൽ 2i. ഇനി ആഡ് ചെയ്യുന്ന സമയത്ത് എക്സ് സ്ക്വയർ ഇവിടെ എന്താവും, ഇവിടെ ഒരു പോസിറ്റീവ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആവും, അത് ക്യാൻസലായി പോകും. ബാക്കിയുള്ളത് എന്തൊക്കെയാണ്, മൈനസ് പൈ സ്ക്വയർ പ്ലസ് 2πx എന്നുണ്ട് അല്ലേ. അതിൽ നമുക്ക് ഏത് കോമൺ ആയിട്ട് എടുക്കാം, പൈ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ പൈ ഇൻറ്റു ബാക്കി എന്താ വരിക മക്കളെ, മൈനസ് പൈ പ്ലസ് 2x മൈനസ് പൈ പ്ലസ് 2x എന്ന് വന്നു, മൈനസ് പൈ പ്ലസ് 2x. ദെൻ ഇനി ഞാൻ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഈ മൈനസ് പൈ പ്ലസ് 2x, ആ 2x എന്ന് ഞാനൊരു ആ ബ്രാക്കറ്റിന് ഞാനൊരു 2 കൂടി എടുത്ത് പുറത്തേക്ക് ഇടുന്നുണ്ട്. അപ്പം 2i ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to പൈ 2x എന്നുള്ളത് x ആയി മൈനസ് എന്താവും, പൈ ബൈ 2 എക്സ് മൈനസ് പൈ ബൈ 2 ഇൻറ്റു സൈൻ എക്സ് കോസ് എക്സ് ബൈ സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x ഡി എക്സ്. അപ്പോൾ ഐ ക്യാൻസൽ ചെയ്ത് 2 ക്യാൻസൽ ചെയ്ത് ഐ ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു 9. ഇനി
0 to 2a ഇൻ്റഗ്രൽ 0 to 2a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നതിനെ നമുക്ക് എന്തെഴുതാം 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാലോ പ്രോപ്പർട്ടിയിൽ. അതെന്തായിരിക്കണം? എഫ് ഓഫ് 2a മൈനസ് എക്സ് എഫ് ഓഫ് എക്സ് ആയിരിക്കണം അല്ലേ? എഫ് ഓഫ് 2a മൈനസ് എക്സ് എന്താണെങ്കിൽ എഫ് ഓഫ് എക്സ് തന്നെയാണെങ്കിൽ അപ്പം നമുക്ക് അവിടെ എക്സിനെ നമുക്ക് പൈ മൈനസ് എക്സ് എന്നാവും അല്ലേ? അപ്പോൾ ശരിക്കും അത് എന്താ വരുന്നത്? പൈ മൈനസ് എക്സ് മൈനസ് പൈ ബൈ 2. സൈൻ പൈ മൈനസ് എക്സ് സൈൻ എക്സ് ആണ്. കോസ് പൈ മൈനസ് എക്സ് എന്താണ്? മൈനസ് കോസ് എക്സ് ആണ്. ആ മൈനസ് കോസ് എക്സിൻ്റെ മൈനസ് ഇത് വെച്ചിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പൈ മൈനസ് പൈ ബൈ 2 എന്ന് പറയുന്നത് പൈ ബൈ 2 മൈനസ് എക്സ് ഇൻറ്റു ആ മൈനസ് കോസ് എക്സിൻ്റെ നെഗറ്റീവ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് എക്സ് മൈനസ് പൈ ബൈ 2 തന്നെ വരൂലേ? അപ്പോൾ അത് എഫ് ഓഫ് 2a മൈനസ് എക്സ് എഫ് ഓഫ് എക്സ് തന്നെയാണല്ലോ. അപ്പോൾ ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഐ ഇസ് ഈക്വൽ ടു എന്ത് വരും? 2 ഇൻറ്റു പിന്നെ അവിടെ ഒരു പൈ ഉണ്ട്. 0 to a ഈസ് 0 to പൈ ബൈ 2 എക്സ് മൈനസ് പൈ ബൈ 2 ഇൻറ്റു സൈൻ എക്സ് കോസ് എക്സ് ബൈ സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x ഡി എക്സ് എന്നായില്ലേ? കോസ് റേസ് ടു 4x ഡി എക്സ്. ഓക്കെ, ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? വീണ്ടും അതേ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. അതായത് എക്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ ഏത്? പൈ ബൈ 2 മൈനസ് എക്സിൽ റീപ്ലേസ് ചെയ്യുന്നു. അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നത്. വീണ്ടും അതേ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. അപ്പം ഐ ഇസ് ഈക്വൽ ടു എന്ത് വന്നു? 2π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to പൈ ബൈ 2 പൈ ബൈ 2 മൈനസ് എക്സ് മൈനസ് പൈ ബൈ 2 പൈ ബൈ 2 മൈനസ് എക്സ് മൈനസ് പൈ ബൈ 2 സൈൻ എക്സ് കോസ് എക്സ് ബൈ സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x ഡി എക്സ് എന്നായില്ലേ? സൈൻ പൈ മൈനസ് എക്സ് എന്ന് പറയും, പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ കോസ് എക്സ് ആയി. കോസ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ അത് സൈൻ എക്സ് ആയി. ഓക്കെ, അപ്പോൾ ഈ പൈ ബൈ 2 മൈനസ് പൈ ബൈ 2 ക്യാൻസൽ ചെയ്ത് പോവും. ഇതാണ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം. ഇനി എന്ത് ചെയ്യുന്നു? വീണ്ടും നമ്മൾ ഐ പ്ലസ് ഐ എന്ന് ചെയ്യുന്നു. ബിഫോർ പ്രോപ്പർട്ടി ആൻഡ് ആഫ്റ്റർ പ്രോപ്പർട്ടി ആഡ് ചെയ്യുന്നു. അപ്പോൾ ഐ പ്ലസ് ഐ ഈസ് എന്തായി മക്കളെ? 2i ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to പൈ ബൈ 2 മൈനസ് പൈ ബൈ 2 എന്ന് മാത്രമല്ലേ അവിടെ, അല്ല മൈനസ് എക്സ് എന്നല്ലേ അവിടെ ബാക്കിയുള്ളത്? മൈനസ് എക്സ് അല്ല സോറി, ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് എന്താവും നോക്കൂ. കോമൺ ആയിട്ട് ഈ എക്സും മൈനസ് എക്സും എന്തായി പോയി? ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്താ ഉള്ളത്? മൈനസ് പൈ ബൈ 2 അല്ലേ? മൈനസ് പൈ ബൈ 2 സൈൻ എക്സ് കോസ് എക്സ് ബൈ സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x ഡി എക്സ്. ദാറ്റ് ഈസ് ഇവിടെ ഈ 2 ക്യാൻസൽ ചെയ്തു. ഐ ഇസ് ഈക്വൽ ടു മൈനസ് പൈ സ്ക്വയർ ബൈ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to പൈ ബൈ 2 സൈൻ എക്സ് കോസ് എക്സ് ബൈ സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x ഡി എക്സ്. ഇനി അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സിമ്പിളാണ്. സൈൻ റേസ് ടു 4x പ്ലസ് ബൈ കോസ് റേസ് ടു 4x ആണ് ഡിനോമിനേറ്ററിൽ അല്ലേ? അപ്പോൾ ത്രൂ ഔട്ട് എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ കോസ് റേസ് ടു 4x അതിന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ഐ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് പൈ സ്ക്വയർ ബൈ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to പൈ ബൈ 2 ഡിനോമിനേറ്ററിൽ എന്ത് വരും? സൈൻ റേസ് ടു 4x ബൈ കോസ് റേസ് ടു 4x ടാൻ റേസ് ടു 4x
പ്ലസ് എന്താണ് 1 ന്യൂമറേറ്ററിൽ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറയുമ്പോൾ അത് ടാൻ എക്സ് ആയി. കോസ് എക്സ് കോസ് റൈസ് ടു 4x കട്ട് ചെയ്യുമ്പോൾ കോസ് ക്യൂബ് എക്സ് ഡിനോമിനേറ്ററിൽ വരും. അതിൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ് ആയി. ബാക്കിയുള്ളത് ഒരു 1 ബൈ കോസ് സ്ക്വയർ എക്സ് അല്ലേ. 1 ബൈ കോസ് സ്ക്വയർ എക്സിന് നമുക്ക് സീക്ക് സ്ക്വയർ എക്സ് എന്ന് എഴുതാം ഡി എക്സ്. ഇനി നോക്കൂ, അവിടെ ഡിനോമിനേറ്ററിലുള്ള ടാൻ റൈസ് ടു 4xൽ ടാൻ സ്ക്വയർ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2 ടാൻ എക്സ് ഇൻറ്റു ടാൻ എക്സിൻ്റെ സീക്ക് സ്ക്വയർ എക്സ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെ കൊടുക്കുക, ടാൻ സ്ക്വയർ എക്സിന് നമുക്ക് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വന്നു, 2 ടാൻ എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ് ഇസീക്കൽ ഡി എക്സ് ഇസീക്കൽ ടു ഡി ടി വന്നില്ലേ. ഇനി ആ ലിമിറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തേ. എക്സിന് 0 ആവുന്ന സമയത്ത് ടിയും 0 അല്ലേ, 0 ഈസ് ഈക്വൽ ടു ടി. അതുപോലെ തന്നെ എക്സ് π/2 ഈസ് ടാൻ π/2 ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു എന്ത് വന്നു, ടി വന്നില്ലേ. സോ ഐ ഈസ് ഈക്വൽ ടു, ഞാൻ ഇങ്ങോട്ടേക്ക് അതിനെ മാറ്റി എഴുതിക്കോ, -π²/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ടാൻ എക്സ് സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ടാൻ എക്സ് സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ഈസ് ഡി ടി ബൈ 2 അല്ലേ. ആ ബൈ 2 എന്നുള്ളത് ഇവിടെ ഇൻറ്റു 1/2 എന്ന് എഴുതിയില്ലേ. ബാക്കി ഡി ടി ബൈ എന്ത് വന്നു, ടി സ്ക്വയർ പ്ലസ് 1 ആയില്ലേ. ഇൻ്റഗ്രൽ ഡി ടി ബൈ ടി സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, ടാൻ ഇൻവേഴ്സ് ടി എന്നല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, സോ ഐ ഈസ് ഈക്വൽ ടു എന്തായി മക്കളെ, -π²/2 ഇൻറ്റു 2 4 ടാൻ ഇൻവേഴ്സ് ടി ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി എന്നായില്ലേ. അപ്പർ മൈനസ് ലോവർ കൊടുത്തോ, ഐ ഈസ് ഈക്വൽ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി π/2 അല്ലേ. അപ്പം മൈനസ് ഇവിടെ 4 അല്ലേ, അതായത് ആ 2 ഇൻറ്റു 2 ഉണ്ടല്ലോ, 2 ഇൻറ്റു 2 ഈസ് 4 ആയില്ലേ. അപ്പം -π²/4 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്താണ്, π/2 അല്ലേ. അപ്പം -π²/4 ഇൻറ്റു π/2 എന്ന് വന്നില്ലേ. മൈനസ് ടാൻ ഇൻവേഴ്സ് 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പം എന്തായി, ഐ ഇസ് ഈക്വൽ ടു എന്ത് വന്നു മക്കളെ, -π³/8 എന്ന് വന്നില്ലേ. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 120/π³ ഇൻറ്റു absolute value of 120/π³ ഇൻറ്റു അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് നോക്കിയേ, -π³/8 എന്ന് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ -15 എന്ന് വന്നല്ലോ. π³ 120/18 -15 അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -15 എന്ന് പറയുന്നത് എന്തായി മക്കളെ, 15 എന്നായില്ലേ. അപ്പോൾ കുറച്ച് ലെങ്തി പ്രോബ്ലം ആണെന്നേ ഉള്ളൂ. പക്ഷേ എന്ത് ചെയ്യാനുണ്ട്, 2 പ്രാവശ്യം ആ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ 0 to a f(x) dx 0 to 2a f(x) dx എന്ന് പറയുന്നത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് രണ്ട് തവണ ആദ്യത്തെ പ്രോപ്പർട്ടി പിന്നെ ഒരു പ്രോപ്പർട്ടിയും കൂടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ 3 പ്രാവശ്യം അപ്ലൈ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുമല്ലോ മക്കളെ. ഓക്കെ അല്ലേ, നമുക്ക് മനസ്സിലായില്ലേ.